നായകൻ്റെയും പ്രതിനായകൻ്റെയും ന്യായം ഏതാണ്ട് ഒരുപോലെ ആകുമ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു കാലത്ത് ഒരു സിറ്റി മുഴുവൻ ഭരിച്ചിരുന്ന ആളുകൾ അവർ പിന്നീട് പ്രതികാരമായിട്ട് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നു. അലിയാർക്കും സംഘത്തിനുമെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസ് ആ നാട്ടിലെങ്ങും പരക്കുന്നു. ആ ഒപ്പം ആന്റണിയുടെയും ഫോട്ടോ പതിക്കുന്നു. ആന്റണി ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കണ്ണൻ നായരും കൂട്ടരും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത സുജാതയെയാണ്. എന്നാൽ അലിയാരും ഹംസയും രാമയും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല. എനിക്കൊരു ആയുധം വേണം, എനിക്ക് നല്ലവനായി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ ഒരു സ്റ്റേഷൻ ആക്രമിക്കുകയും കണ്ണൻ നായരെയും സംഘത്തെയും വകവരുത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകും. അലിയാർ കൊറ്റ വാക്കേ ഉള്ളത്, മാറാത്ത വാക്കാ. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. സിനിമയിൽ നായകൻ്റെയും പ്രതിനായകൻ്റെയും ന്യായം ഏതാണ്ട് ഒരുപോലെ ആകുമ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു വ്യത്യസ്തതയുണ്ട്. ആ ഒരു വ്യത്യസ്തത കൊണ്ട് ഏറെ പ്രിയപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയുണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ മൂവി. 1992 ജോഷി സാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കൗരവർ എന്ന സിനിമ. ലോഹിതദാസിൻ്റെ കഥയിലും തിരക്കഥയിലും രചനയിലും പുറത്തിറങ്ങിയ കൗരവർ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ മറ്റു രചനകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. കിരീടം, ദശരഥം, മുദ്ര തുടങ്ങിയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൗരവർ എന്ന സിനിമയ്ക്ക് ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പ് നൽകുന്ന രീതിയിലുള്ള കഥയാണ് അതിനുള്ളത്. ഒരു കാലത്ത് ഒരു സിറ്റി മുഴുവൻ ഭരിച്ചിരുന്ന ആളുകൾ അവർ പിന്നീട് പ്രതികാരമായിട്ട് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നു. അലിയാർ, ഒരു ഗ്യാങ് ലീഡറായിട്ടുള്ള അലിയാർക്ക് 3 വിശ്വസ്തന്മാരുണ്ട്: ആന്റണി, രാമയ്യ, ഹംസ. ഇവർ 3 പേരും ചേർന്ന് നടത്തുന്ന പ്രവർത്തികളൊക്കെ നിയമപരമായിട്ട് എതിരാണെങ്കിലും ആ ഒരു കോളനിയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ സഹായഹസ്തമാണ് ഈ ഒരു ഗ്യാങ്. അവർ എന്ത് ചോദിച്ചു വന്നാലും അലിയാരെയും സംഘത്തെയും സ്നേഹിക്കുന്ന ഒരു കോളനി. അലിയാരുടെ ഗ്യാങ്ങിൽ നിന്നും ആന്റണി ഒരു 3 വർഷമായിട്ട് മാറി നിൽക്കുകയാണ്. കാരണം അയാളൊരു ഫാമിലി പേഴ്സണായി, അയാൾക്കൊരു കുട്ടിയായി. പക്ഷേ ആന്റണി വിവാഹം കഴിച്ചത് സുജാത എന്ന പെൺകുട്ടിയാണ്. അവൾ പക്ഷേ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ മകളായിരുന്നു. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ചീത്തപ്പേരൊക്കെ തനിക്ക് മാറി വരികയാണ്. അപ്പോൾ സന്തോഷത്തോടെ അവർ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ആന്റണി ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് അവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടാകുകയാണ്. കണ്ണൻ നായർ എന്നൊരു പോലീസുകാരൻ ഈ സുജാതയെ കാണുന്നു. അപ്പോൾ അവളോട് മോശമായിട്ട് പെരുമാറുകയാണ്. അപ്പോൾ ആന്റണി പറയുന്നൊരു കാര്യമുണ്ട്: ആന്റണി പഴയ ജോലിയെ മാറ്റി വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. പിന്നീട് അവിടെ മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ്. പുതുതായി വന്ന ഹരിദാസ് എന്ന ഒരു ഇൻസ്പെക്ടർ ആ നാട്ടിലുള്ള എല്ലാ ഗ്യാങ്സ്റ്റർമാരെയും ഒതുക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അലിയാർക്കും സംഘത്തിനുമെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസ് ആ നാട്ടിലെങ്ങും പരക്കുന്നു. ആ ഒപ്പം ആന്റണിയുടെയും ഫോട്ടോ പതിക്കുന്നു. ഈ സമയം ആന്റണി ആ നാട് വിടാൻ ശ്രമിക്കുന്നു, പക്ഷേ അതിന് സാധിക്കുന്നില്ല. ഇങ്ങനെ നാട് വിടുന്ന സമയത്താണ് ആന്റണിയെ പോലീസ് കൊണ്ടുപോകുന്നത്. ആന്റണി ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കണ്ണൻ നായരും കൂട്ടരും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത സുജാതയെയാണ്. അപ്പോൾ ആ ഒരു ഫാമിലി മാൻ്റെ മനസ്സവിടെ തകരുകയാണ്. ആന്റണി അതിനുശേഷം അലിയാരോട് ചോദിക്കുകയാണ്: എനിക്കൊരു ആയുധം വേണം, എനിക്ക് നല്ലവനായി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ ഒരു സ്റ്റേഷൻ ആക്രമിക്കുകയും കണ്ണൻ നായരെയും സംഘത്തെയും വകവരുത്തുകയും ചെയ്യുകയാണ്. ഈ ഒരു കാരണത്താൽ വീണ്ടും അലിയാരും ഗ്യാങ്ങും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്ന് നാട് വിടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ പോലും ആ ഒരു സന്ദർഭത്തിലാണ് ഒരു കൂട്ടം പോലീസുകാർ ഈ ആൾക്കാരെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. അവിടെ വെച്ച് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് ഈ അലിയാരുടെ ഫാമിലി, സുജാത, അതോടൊപ്പം ആന്റണിയുടെ കുട്ടി എന്നിവർ മരണപ്പെടുന്നു. ഇങ്ങനെ ജയിലിൽ നിന്ന് മോചിതനാകുന്ന അലിയാർ താൻ കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഒരു തോക്ക് പണിയുന്നു. ഈ ഒരു തോക്ക് പണിയുന്ന ആ ഒരു ഷോട്ടിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോട്ട് കൂടിയാണ്. അങ്ങനെ ഈ അലിയാർ വളരെ പ്രതികാരദാഹിയായിട്ട് 2 വർഷത്തോളം പുറത്ത് ജീവിക്കുകയാണ്. അതിനുശേഷം തൻ്റെ കുട്ടികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് അലിയാർ. ആന്റണി സംഘവും
ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അലിയാർക്ക് തൻ്റെ ഫാമിലിയെ നഷ്ടമാകാൻ കാരണക്കാരനായ ഹരിദാസിനെ ഒരു ദിവസം തൻ്റെ നാട്ടിൽ വെച്ച് കാണുന്നു. അങ്ങനെ ഹരിദാസിനെ ആക്രമിക്കാൻ ചെല്ലുന്ന അലിയാർ, ഇത് അവിടെ വെച്ച് ഇവർ പരസ്പരം തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ശേഷം ഹരിദാസ് തൻ്റെ സുഹൃത്തായിട്ടുള്ള രാജഗോപാൽ എന്ന ആളുടെ അടുത്തേക്ക് ചെല്ലുന്നു. രാജഗോപാൽ എന്ന പോലീസ് മേധാവിയോട് ഹരിദാസ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഈ ആൻ്റണിയും കൂട്ടരും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലിയാരെ കാണരുത് എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ മറ്റു പോലീസുകാർക്ക് നൽകുന്നു. അങ്ങനെ വീണ്ടും ആൻ്റണിയും സംഘവും ജയിലിൽ നിന്നിറങ്ങുമ്പോൾ അവരെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്ന പോലീസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അലിയാരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്ന ആൻ്റണിയും ബാക്കി 2 പേരും. ഇങ്ങനെ അവിടെ വീണ്ടും അവരുടെ ആ ഒരു ഗ്യാങ് തുടങ്ങുകയാണ്. അവർക്ക് ഉള്ളത് മുഴുവൻ പ്രതികാരമാണ്. ഹരിദാസിനെയും കുടുംബത്തെയും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇനിയുള്ള ലക്ഷ്യം. എന്നാൽ ഈ ഹരിദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോൾ ജോലിയിൽ നിന്ന് രാജിവെച്ച് തൻ്റെ 3 പെൺകുട്ടികളോടൊപ്പം സന്തോഷമായിട്ട് കഴിയുന്ന മറ്റൊരു ഫാമിലി പേഴ്സണാണ്. ഈ ഹരിദാസ് ഈ ഒരു ഗ്യാങ്ങിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ അടുത്തേക്ക് തന്നെ വരുന്നു. അവിടെ വച്ച് ഹരിദാസിന് അലിയാരുടെ കയ്യിൽ നിന്ന് തന്നെ കുത്ത് ഏൽക്കുകയാണ്. കുത്തേറ്റ ഹരിദാസ് ആൻ്റണിയോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. തനിക്ക് എല്ലാം നഷ്ടമായ ദിവസം, അന്നൊരു ആക്രമണം നടന്ന ദിവസം, അലിയാരുടെയും ആൻ്റണിയുടെയും ഫാമിലി ഇല്ലാതായ ദിവസം, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം, മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി. മരിച്ചു എന്ന് കരുതപ്പെട്ട ആൻ്റണിയുടെ മകൾ ഇപ്പോൾ കഴിയുന്നത് ഹരിദാസിൻ്റെ മക്കളിൽ ഒരാളായിട്ടാണ്. അങ്ങനെ ഹരിദാസിനെ അവിടെ നിന്ന് ആൻ്റണി രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആരാണ് തൻ്റെ മകളെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയില്ല, വേണമെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ ഹരിദാസ് പറയുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ഹരിദാസ് മരണപ്പെടുന്നു. പിന്നീട് ആ ഒരു 3 പെൺകുട്ടികൾക്ക് തുണയായി മാറുകയാണ് ആൻ്റണി ചെയ്യുന്നത്. അത്രയും കാലം പ്രതികാരം ഉള്ളിൽ കൊണ്ട് നടന്ന, ഏതാണ്ട് 14 വർഷത്തോളം ആ ഒരു ഫാമിലിയെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ച ആൻ്റണി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് താൻ ഒരു പിതാവായി മാറുകയാണ്. എന്നാൽ അലിയാരും ഹംസയും രാമയും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല. അവരെ എങ്ങനെയെങ്കിലും വകവരുത്തിയേ ശരിയാകൂ എന്നവിടെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു പരമ്പരയെ ഉണ്ടാവരുത് എന്നാണ് അലിയാരുടെ ഒരു പ്രതികാരം. അതിനെ തടയാൻ നിൽക്കുന്ന ആൻ്റണി. ഇങ്ങനെ അവസാനമാകുമ്പോഴത്തേക്കും ആൻ്റണിയും അലിയാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവിടെ വെച്ച് ആൻ്റണി അലിയാരെ കുത്തി കൊല്ലുകയാണ്. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. ജോഷി എന്ന സംവിധായകൻ്റെ സംവിധാന മികവിലെ മറ്റൊരു മായാജാലം ആയിരുന്നു ഈ കൗരവർ എന്ന സിനിമ. കാരണം നായകന്മാർക്കൊക്കെ ഒരു സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കുന്ന ഒരു സംവിധായകനാണ് ജോഷി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ സ്പെഷ്യലൈസേഷൻ, അതുപോലെ ഒരു കാലഘട്ടത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ ഒക്കെ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഗ്യാങ് ലീഡർ എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിനെ മറ്റുള്ളവർ ആശ്രയിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അന്നത്തെ ആ ഒരു സാമൂഹിക തലം വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം പോലീസുകാർ അക്രമകാരികളായിരുന്ന ഒരു കാലഘട്ടത്തിലെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ കൗരവർ എന്ന സിനിമ നമ്മളോട് പറയുന്നത്. ഈ സിനിമയിൽ മറ്റ് ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്കിലൂടെ സിനിമയുടെ കഥ പറയുന്നു എന്നുള്ള രീതി കൂടിയാണ്. ഒന്ന് അലിയാരുടെ ഒരു ഫ്ലാഷ് ബാക്ക്, മറ്റൊന്ന് ആൻ്റണിയുടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നത് ഒരു ഫാമിലി എന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ടുപേരെയും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ വളരെ ഇമോഷണലിയും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ഈ സിനിമയുടെ രചനയുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് എന്ന് പറയാൻ സാധിക്കും. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ അന്നത്തെ പോലീസുകാരുടെ യൂണിഫോം, അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഇതെല്ലാം തന്നെ ഈ സിനിമയിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ രചനയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം കുറേ വർഷം പ്രതികാരം കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഒരു അച്ഛൻ്റെ സ്നേഹം കൊണ്ടുവരുമ്പോൾ അയാൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു ആൻ്റണി എന്ന കഥാപാത്രത്തെ വ്യത്യസ്തനാക്കുന്നത്.
കാരണം അന്ന് വരെ തൻ്റെ മകളെക്കുറിച്ച് അയാൾ ചിന്തിച്ചില്ല. മകൾ മരിച്ചുപോയി എന്നുള്ള കാര്യമാണ് അയാൾ ഉറപ്പിച്ചിരുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ അത്രയും കാലം വില്ലനെന്ന് നമ്മൾ കരുതിയ ഹരിദാസ് എന്ന കഥാപാത്രം നായകൻ്റെ മറ്റൊരു വേർഷനായി മാറുകയാണ് ചെയ്യുന്നത്. ഈ സിനിമയിലെ മറ്റ് പല ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും അന്ന് വരെ ഉണ്ടായിരുന്ന ലോഹിതദാസ് ക്യാരക്ടറുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത ഈ സിനിമയ്ക്കുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് വരെ അന്ന് നമ്മൾ പെട്ടെന്നൊന്നും ലോഹിതദാസ് സിനിമകളിൽ കാണാത്ത രീതിയായിരുന്നു. ബാബു ആൻ്റണി ചെയ്തിരിക്കുന്ന ഹംസ എന്ന കഥാപാത്രത്തെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ അന്ന് വരെ ആ ഒരു നായക പക്ഷത്തുള്ള ആളുകൾക്കൊന്നും ആ ഒരു ബോഡി ലാംഗ്വേജ് ഇല്ല. അപ്പോൾ ആ ഒരു രീതിയൊക്കെ ഈ സിനിമയിൽ ഭയങ്കര ഡിഫറൻ്റാണ്. അതുപോലെ തന്നെ പിന്നീട് വന്ന പല സിനിമകളിലും കൗരവരുടെ ചില റെഫറൻസുകളൊക്കെ കാണാൻ സാധിക്കും. അലിയാരും സംഘവും ഒരു വിൻറ്റേജ് ഒമിനിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. ഈ ഒരു പോസ്റ്ററിൻ്റെ അതേ സ്റ്റൈൽ പിടിച്ചിട്ടാണ് ഓപ്പറേഷൻ ജാവ, അതുപോലെ ബാച്ചിലർ പാർട്ടി തുടങ്ങിയ സിനിമകളുടെയൊക്കെ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവരുടെ ആ ഒരു നിൽക്കുന്ന സ്റ്റൈല്, അതുപോലെ പുറകിലുള്ള ഒരു വണ്ടി, ഇത് ഇങ്ങനെ ഈ ഒരു കൗരവർ സിനിമ പിന്നീട് ഒരു റെഫറൻസ് ടൈപ്പ് ഓഫ് മൂവി കൂടി ആയി മാറിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കിടേഷാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കുകളൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസിങ് ആണുള്ളത്. ഇതിനകത്ത് ഈ ഒരു അലിയാറിൻ്റെ ഗ്രൂപ്പിനെയും അതുപോലെ ഹരിദാസിൻ്റെ ഗ്രൂപ്പിനെയും ഒക്കെ കാണിക്കുമ്പോഴും അതുപോലെ ഇവരുടെ ഫാമിലിയൊക്കെ കാണിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഫീല് തരുന്ന, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള സിറ്റുവേഷനിലായിട്ടുള്ള മ്യൂസിക് ഇതിനുണ്ട്. കൂടാതെ ഇതിനകത്തെ പാട്ടുകളും ഇപ്പോഴും ഏറെ പ്രിയപ്പെട്ടതാണ്. ഇതിലെ ഗാനരചന നിർവഹിച്ചത് കൈതപ്രം ആയിരുന്നു. കൗരവർ സിനിമയുടെ കഥ 2 സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫാമിലി ഡ്രാമ, മറ്റൊന്ന് ഗാങ്സ്റ്റർ രീതിയിലുള്ളത്, അതായത് പ്രതികാരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ. ഈ 2 സിറ്റുവേഷനുകൾക്കും 2 രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ നൽകിയിട്ടുള്ളത്. ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അവരുടെ ഒരു ഇമോഷൻ കാണിച്ചു തരുന്ന മറ്റൊരു ലൈറ്റിംഗ് രീതി, അതുപോലെ തന്നെ പ്രതികാരം ഉള്ളിൽ നിറച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ആൻ്റണിയെ കാണിക്കുമ്പോഴുള്ള ലൈറ്റിംഗ് രീതി വ്യത്യസ്തമാണ്. ഈ ഒരു രീതി ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയെയും സംവിധാനത്തെയും വളരെ ഡിഫറൻ്റ് ആക്കി കാണിക്കുന്നു. സംവിധാന മികവിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയായിരുന്നു ഈ സിനിമ. മലയാള സിനിമാ രംഗത്ത് ഏകദേശം 300ഓളം സിനിമകൾ എഡിറ്റ് ചെയ്ത K. ശങ്കുണ്ണിയാണ് കൗരവർ എന്ന സിനിമയുടെ ചിത്ര സംയോജനവും നിർവഹിച്ചത്. ഈ സിനിമയ്ക്ക് നിരവധി ഒരു ടെക്നിക്കൽ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ എഡിറ്റിങ്ങിന് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ തുടങ്ങുന്ന ആ ഒരു അതിലെ ആ ഒരു സീക്വൻസ്, ഒരു തോക്ക് പണിയുന്ന ആ ഒരു സീക്വൻസിലേക്ക് കടന്നുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ആലയിൽ കിടന്ന് പഴുക്കുന്ന ആ ഒരു തോക്കിൻ്റെ ചട്ടം, ആ ഒരു ആലയിലെ തീപ്പൊരികളാണ് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം കാണിക്കുന്ന അലിയാരെയാണ്. അപ്പോൾ ഈ അലിയാറുടെ പ്രതികാരമൊക്കെ നമുക്കതിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. കൗരവർ എന്ന സിനിമയിലെ അലിയാർ എന്ന കഥാപാത്രം ഒരു ചാവേറിനോട് സമമായിട്ടുള്ള ആളാണ്. കാരണം ഇനി അയാൾക്ക് മറ്റൊന്നുമില്ല, തനിക്കുള്ളതെല്ലാം നഷ്ടമായി. ഇനി തൻ്റെ ശത്രുവിനെ കൊന്നു കഴിഞ്ഞാൽ തനിക്ക് ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ഒരാളാണ് അലിയാർ. പക്ഷേ ആൻ്റണി അങ്ങനല്ല. ആർക്കൊക്കെയോ വേണ്ടി മുൻപ് ജീവിച്ചിരുന്നു. അത് ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ടും സന്തോഷത്തോടു കൂടി ജീവിച്ചത് ഏതാണ്ട് 3 വർഷത്തോളം മാത്രമാണ്. ആ ഒരു 3 വർഷത്തിൻ്റെ ഓർമ്മയിലാണ് അയാൾ ജയിലിൽ കഴിയുന്നത് തന്നെ. ആൻ്റണി പുറത്തിറങ്ങുമ്പോഴത്തേക്കും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും പുറത്ത് തനിക്ക് വേണ്ടി കാത്തിരുന്നത് മറ്റൊരു ജീവിതമാണ്. ഇനിയും താൻ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ. ഇങ്ങനെ 2 ക്യാരക്ടറുകളുടെ ഒരു പ്രതികാരം, ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രതികാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലുള്ളത്. അത് ഈ ഒരു സിനിമയുടെ സംവിധാന മികവിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അഭിനയ രീതിയുടെയും കൂടെ ഒരു മികവാണ് ഈ ഒരു കൗരവർ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. കൗരവർ എന്ന സിനിമ തുടങ്ങുന്നത് ഒരു തോക്കുണ്ടാക്കുന്ന സീനിൽ നിന്നാണ്. ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരാളുടെ പ്രതികാരമാണ് ഈ സിനിമ നമ്മളോട് പറയാൻ പോകുന്നത് എന്ന്. തന്നെ ഇല്ലാതാക്കിയ
ആരെയോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ പ്രശ്നമാണ് ഈ സിനിമ നമ്മളോട് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. ആ ഒരു തോന്നലാണ് ഈ സിനിമയെ നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്നത് തന്നെ. ഈ സിനിമ പല വേരിയേഷൻസിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും അവസാനം നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്, ന്യായം തൻ്റെ പക്ഷത്തായിട്ട് പോലും കൗരവർ പട നേരിട്ട ആ ഒരു പ്രശ്നം. അതാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. കൗരവർ എന്ന സിനിമയ്ക്ക് പിന്നീട് പല രീതിയിലുള്ള ഒരു ആ ഒരു സിനിമ പലരും ഒരു റെഫറൻസ് ടൈപ്പാക്കി എടുത്തിട്ടുണ്ട്. പല സിനിമകളിലും അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ, അതായത് ആ ഒരു രീതി, ഈ കൗരവർ സിനിമ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു രീതിയും നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു സിനിമയുടെ കഥയും കാര്യവുമായി വീണ്ടും കാണാം. ബൈ.